ചികിത്സാ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ കോമയിലെന്ന് പരാതി. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ M. നന്ദകുമാറാണ് അബോധാവസ്ഥയിലായത്. കുടുംബത്തിന്റെ പരാതിയിൽ തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിലെ ഡോക്ടറിനെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ ചികിത്സാ പിഴവില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ നടത്തിയ MRI പരിശോധനയിൽ തലച്ചോറിൽ രക്തസ്രാവമുള്ളതായി അധികൃതർ കുടുംബത്തെ അറിയിച്ചിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇതനുസരിച്ച് കഴിഞ്ഞ മാസം 16-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നന്ദകുമാറിന് അടുത്ത ദിവസം തന്നെ ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നന്ദകുമാർ അബോധാവസ്ഥയിലായി. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതിരുന്ന നന്ദകുമാർ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ പെട്ടെന്ന് അബോധാവസ്ഥയിലായെന്നും അത് ചികിത്സാ പിഴവ് കാരണമെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. ഉടൻ തിരുവനന്തപുരത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ നന്ദകുമാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. SP മെഡിഫോർട്ട് ആശുപത്രി അധികൃതർ ഇതുവരെ കുടുംബത്തോട് വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൾ നൽകിയ പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. ഭാരതീയ ന്യായ സംഹിത 125-ാം വകുപ്പ് പ്രകാരം ഡോക്ടർ ശ്രീജിത്തിനെ പ്രതിയാക്കിയാണ് കേസ്. FIR പകർപ്പ് ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. ശരീരരക്ഷയ്ക്ക് അപായമുണ്ടാക്കുന്ന രീതിയിൽ ഉപേക്ഷയോടെ ശസ്ത്രക്രിയ നടത്തിയെന്നാണ് FIR-ലുള്ളത്. മെഡിക്കൽ ബോർഡ് നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുകയെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് വരട്ടെ എന്നുമാണ് SP മെഡിഫോർട്ട് ആശുപത്രിയുടെ വിശദീകരണം. രോഗം മാറണമെന്ന ആശയോടെയാണ് ആശുപത്രികളിലേക്ക് ആളുകൾ എത്തുന്നത്. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. ഇവിടെ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരണം. തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ്, ന്യൂസ് മലയാളം.